ശരി, ഷിനോ ഷംസുദ്ദീനാണ് ഷാർജയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഷാർജയിൽ മരിച്ച അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം മീഡിയ വടര. ഭർത്താവിൽ നിന്നേറ്റ ക്രൂരതകൾ വിശദീകരിക്കുന്നതാണ് ശബ്ദ സന്ദേശം. തന്നെ അയാൾ ചവിട്ടിക്കൂട്ടി സഹിക്കാൻ വയ്യ, ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ചെയ്യാനാകുന്നില്ലെന്നും അതുല്യ ഫോൺ സന്ദേശത്തിൽ പറയുന്നു. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഷിനോജ് ഷംസുദ്ദീൻ തുടരുന്നുണ്ട്. ഷിനോജിലേക്ക് തിരിച്ചെത്താം. എന്തായാലും അതുല്യയുടെ ശബ്ദ സന്ദേശം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ക്രൂരമായ പീഡനം സന്ദേശിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്.